ഇന്ന് ഏപ്രിൽ മാസം 17, 2024. ശ്രീ സെന്നിപ്പോത്തൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ചരിത്രപരമായ ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മല്ലപ്പള്ളിയിൽ തന്നെ തുടങ്ങാം എന്ന് കരുതുന്നു. മല്ലപ്പള്ളി ജംഗ്ഷനിലുള്ള സെൻറ്റ് മേരീസ് പ്രൈമറി സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയത്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ പ്രൈമറി സ്കൂളും മണിമലയാറിൻ്റെ തീരത്താണ്. അക്കാലത്ത് പൂനക്കടവ് ഒരു തുറമുഖം പോലെയായിരുന്നു. ഒരു വിളക്കുമാടം ഉണ്ടായിരുന്നു. ധാരാളം കെട്ടുവള്ളങ്ങൾ വരുന്നുണ്ട്. പിന്നെ കരമുട്ടി ഒഴുകുന്ന മണിമലയാറ് 5, 6, 7 മറ്റോ വയസ്സിൽ ഈ കാഴ്ചകളെല്ലാം തന്നെ എൻ്റെ ഭാവനയെ ഉണർത്തി. അതേ സ്കൂളിൽ തന്നെ ശനിയാഴ്ച തോറും ഒരു ബാലജന സഖ്യം ഉണ്ടായിരുന്നു. ഈ ബാലജന സഖ്യത്തിൽ തുടർച്ചയായി പങ്കെടുത്തതുകൊണ്ട് ഉപന്യാസങ്ങൾ എഴുതാൻ ഉള്ള ഒരു പ്രേരണ അവിടെ നിന്ന് കിട്ടി. നിർബന്ധമായി എഴുതി വായിക്കണം, അതും വ്യക്തമായി വായിക്കണം. എഴുതിയ ഉപന്യാസങ്ങളെ പറ്റിയുള്ള ചർച്ചകളും തുടർന്നുണ്ടാകും. അത് അത്ര പ്രൊഫഷണൽ ഒന്നും അല്ലായിരുന്നെങ്കിലും ആ പ്രായത്തിൽ വലിയൊരു പ്രചോദനമാണ്. ഏതാണ്ട് 5 വയസ്സ് മുതൽ ഒരു 10-12 വർഷങ്ങൾ തുടർച്ചയായി ഞാൻ മണിമലയാർ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് എനിക്ക് മണിമലയാറിൻ്റെ ചരിത്രം പോലും എഴുതാൻ കഴിഞ്ഞത്. മണിമലയാറിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചരിത്രപരമായ ഒരു ഓർമ്മയെന്ന് പറയുന്നത് ബിഷപ്പ് C.K. ജേക്കബ് ആദ്യമായി ബിഷപ്പായതിനു ശേഷം മല്ലപ്പള്ളി സന്ദർശിക്കുന്നതാണ്. അന്ന് ചെങ്ങാടത്തിലായിരുന്നു മണിമലയാർ കിടക്കേണ്ടത്, പാലം ഇല്ല. അന്ന് അത് മല്ലപ്പള്ളിയിലെ ഒരു വലിയ സംഭവമായിരുന്നു. തുടർന്ന് മല്ലപ്പള്ളിയിൽ ഒരു പാലം അനുവദിച്ച് കിട്ടി. പാലത്തിന് ശിലാസ്ഥാപനം നടത്താൻ വന്ന ഒരു മന്ത്രിയായിരുന്നു KR ഇല്ലങ്കത്ത്. അതായിരുന്നു ഞാൻ ഓർക്കുന്ന അടുത്ത മല്ലപ്പള്ളിയിലെ പ്രധാനപ്പെട്ട സംഭവം. അന്ന് ആ ശിലാസ്ഥാപന കർമ്മത്തിലും ഞാൻ ദൃക്സാക്ഷിയായിരുന്നു. അതിനുശേഷം ഈ പാലം ഉയർന്നു വരുന്നത് എല്ലാ ദിവസവും ഞാൻ കണ്ടിരുന്നു. ഒരു ദുരന്തമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിൽ പണിതുയർത്തിയ പാലം നിലം പൊത്തി ഒരു വെള്ളപ്പൊക്കത്തിൽ. അത് ആയിരുന്നു പിന്നീടത്തെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ. അതിനുശേഷം 1954 മറ്റോ ആണെന്ന് തോന്നുന്നു, അന്നത്തെ രാജപ്രമുഖൻ വന്ന് മല്ലപ്പള്ളി പാലം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം മല്ലപ്പള്ളിയുടെ വളർച്ച വളരെ വേഗമായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനായി, ഒരു ടൗണായി, മാർക്കറ്റിലേക്കുള്ള റോഡായി, ധാരാളം ബസ് സർവീസുകളായി.
മ- ഞങ്ങൾ മണിമലയാറിൻ്റെ പടിഞ്ഞാറേ കരയിലായിരുന്നു, ഹൈസ്കൂള് കിഴക്കേ കരയിലും. മല്ലപ്പള്ളിയിലെ പോളി ഇമ്മാനുവൽ CSI പള്ളിയും കിഴക്കേ കരയിൽ. അതുകൊണ്ട് മണിമലയാർ കടന്നു വേണമായിരുന്നു സ്കൂളിൽ പോകാനും പള്ളിയിൽ പോകാനും പറ്റും. ഞാൻ ഫസ്റ്റ് ഫോറം മുതൽ സിക്സ്ത് ഫോറം വരെ മല്ലപ്പള്ളി CMS ഹൈസ്കൂളിൽ പഠിച്ചു. അതിനുശേഷം മാർത്താമ കോളേജിൽ, തിരുവല്ല മാർത്താമ കോളേജിൽ വിദ്യാഭ്യാസം തുടർന്നു. പിന്നീട് ഉദ്യോഗാർത്ഥം ന്യൂഡൽഹിയിലേക്ക് പോയി 1960കളുടെ തുടക്കത്തിൽ. അവിടെ ആദ്യം കാൽടെക്സ് കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നീട് BR ഹെർമൻ ആൻഡ് മൊഹട്ട കമ്പനിയിലും ജോലി ചെയ്തു. ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പ്രധാന കാര്യം, ന്യൂഡൽഹിയിലെ കേരള ക്ലബ്ബുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കേരള ക്ലബ്ബ് മാത്രമല്ല, കേരള ക്ലബിലെ സാഹിത്യ സഖ്യവുമായിട്ട് ഏതാണ്ട് 8-10 വർഷക്കാലം ഈ സാഹിത്യ സഖ്യത്തിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവം തന്നെ. മലയാളത്തിലെ പ്രമുഖരായുള്ള സാഹിത്യകാരന്മാരുമായിട്ടെല്ലാം തന്നെ അടുത്തിടപഴകാൻ കഴിഞ്ഞു. സാഹിത്യ ചർച്ചകൾ മാത്രമല്ല, ഇപ്പം സാഹിത്യ ചർച്ചയ്ക്ക് ശേഷം പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഈ ചർച്ച തുടർന്നുകൊണ്ടിരുന്നു. അന്നത്തെ ചില പേരുകൾ, സുപ്രസിദ്ധനായ OV വിജയൻ, M മുകുന്ദൻ, ചെറിയാൻ കെ ചെറിയാൻ തുടങ്ങി പല പേരുകളും ഓർമ്മയിൽ വരുന്നു. അതുപോലെ തന്നെ പ്രഗത്ഭരായ ധാരാളം വ്യക്തികൾ SC സാഹിത്യ സഖ്യത്തിൽ വന്ന് പ്രസംഗിക്കുക പതിവായിരുന്നു. E ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, പനമ്പള്ളി ഗോവിന്ദമേനോൻ, BK കൃഷ്ണമേനോൻ തുടങ്ങി എത്രയോ പ്രഗത്ഭരായ വ്യക്തികൾ അവിടെ വന്ന് പ്രവർത്തിച്ചിരുന്നു, അവിടെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ഡൽഹിയിൽ ചെന്നപ്പോൾ മുതൽ ഞാൻ രാഷ്ട്രപതി ഭവൻ്റെ അടുത്തുള്ള റിഡംപ്ഷൻ ചർച്ചിലെ അംഗമായിരുന്നു. കുറേ വർഷങ്ങളിലേക്ക് അത് തുടർന്നു. പിന്നീടാണ് അവിടെ ഒരു CSI കോൺഗ്രിഗേഷൻ രൂപപ്പെട്ടത്. ഡൽഹിയിൽ ജീവിച്ച ഒരു ദശാബ്ദക്കാലം സംഭവബഹുലമായിരുന്നു. ധാരാളം വായിക്കാനുള്ള സന്ദർഭം ഉണ്ടായി. അമേരിക്കൻ കോൺസുലേറ്റ് ലൈബ്രറിയിൽ ചേർന്നു. ഞാൻ ആദ്യം അവിടെ എടുത്ത ഒരു ബുക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ബാരി ഗോൾഡ് വാട്ടറിൻ്റെ ജീവചരിത്രം. അന്ന് ബാരി ഗോൾഡ് വാട്ടർ ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് പോലും അല്ലായിരുന്നു. എങ്കിലും പുതുതായി വന്ന ആ പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. അമേരിക്കയെ പറ്റിയുള്ള നല്ലൊരു അറിവ് അന്ന് തന്നെ ഉണ്ടായി. കേരള ക്ലബ്ബ് ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു, മലയാളം പുസ്തകങ്ങൾ. അതിലാദ്യം ഞാൻ വായിച്ച ഒരു പുസ്തകം കോണ്ടിക്കി യാത്രയായിരുന്നു. അതായത് തെക്കേ അമേരിക്കയിലെ പെറുവിൻ്റെ തീരത്തു നിന്നും പസഫിക് കടന്ന് ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു നോർവീജിയൻ സയൻറ്റിസ്റ്റിൻ്റെ അനുഭവ കഥ. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് തെക്കേ അമേരിക്കയിൽ നിന്നും പസഫിക് കടൽ കടന്ന് യാത്ര ചെയ്തിരുന്നു എന്ന ഒരു അറിവുണ്ടായിരുന്നു. അത് സത്യമാണോ എന്നറിയാനാണ് ഈ നോർവീജിയൻ സയൻറ്റിസ്റ്റ് 1948 മറ്റോ പെറുവിൻ്റെ തീരത്തു നിന്നും പസഫിക് കടന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്.
അപ്പോൾ ആ പഴയ ടെക്നോളജി മാത്രം ഉപയോഗിച്ചിട്ട് ആധുനിക ടെക്നോളജി ഒന്നും ഇല്ലാതെ ആ ഒരു ബുക്ക് വായിച്ചതും എൻ്റെ ഓർമ്മയിലുണ്ട്. കൂടാതെ ഇന്ത്യ ഇൻഫർമേഷൻ സെൻറ്റർ ലൈബ്രറി, ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി, ഇങ്ങനെയുള്ള ലൈബ്രറികളിലെല്ലാം തന്നെ കഴിയുന്നിടത്തോളം ബുക്കുകൾ എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റി. അന്നത്തെ സാഹിത്യ സഖ്യത്തിലെ പ്രധാന ഒരു ചർച്ചാ വിഷയം ആധുനികതയായിരുന്നു. ആധുനികത, മലയാളത്തിൽ ആധുനികത ഉരുത്തിരിഞ്ഞു വരുന്ന കാലഘട്ടം. പക്ഷേ പാശ്ചാത്യ ദേശത്ത് ഈ ആധുനികത എന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ വന്നു ഭവിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പാതി മുതൽ, അതായത് യൂറോപ്പിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുതൽ 19-ാം നൂറ്റാണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതായത് ക്രൈസ്തവ റിലീജിയനിൽ തന്നെ വളരെയധികം മാറ്റങ്ങളുണ്ടായി. റിവൈവൽ പ്രസ്ഥാനമുണ്ടായി. ആംഗ്ലിക്കൻ മിഷണറിമാർ ലോകത്തിൽ മുഴുവൻ സഭകൾ സ്ഥാപിക്കാൻ തുടങ്ങി. കാത്തലിക് മിഷണറിമാരും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ അവരുടെ മിഷണറി പ്രവർത്തനം നടത്തി. ബാസൽ മിഷണറിമാരും അതുപോലെ തന്നെ. ഇന്ത്യയിൽ തുടക്കത്തിൽ മിഷണറിമാർ പ്രവർത്തനം നടത്തുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ചില മിഷണറി പ്രവർത്തനം വേണ്ടി വന്നു. പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ 1805 മറ്റോ ആണെന്ന് തോന്നുന്നു, പ്രഗത്ഭനായ ഒരു ദിവാൻ കേണൽ ജോൺ മൺട്രോ ദിവാനായി വന്നു. അതാണ് തിരുവിതാംകൂറിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെ മാറ്റിമറിച്ചത്. കേണൽ മൺട്രോ ആംഗ്ലിക്കൻ മിഷണറിമാർ കേരളത്തിൽ വരാൻ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് തോമസ് നോർട്ടൺ ആലപ്പുഴയിലെത്തിയത്. അത് 1813 എൻ്റെ ഓർമ്മ, ഞാൻ വായിച്ച് കിട്ടിയ ഓർമ്മ. അദ്ദേഹം ആലപ്പുഴ വളരെ ത്യാഗം സഹിച്ച് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമാണ് 1820-കളിൽ ഓർത്തഡോക്സ് യാക്കോബ ചർച്ചും ആംഗ്ലിക്കൻ മിഷണറി സമൂഹവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ദൗർഭാഗ്യവശാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ വേർപിരിഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നാണ് പറയട്ടെ. 1800-കളുടെ മധ്യത്തിൽ യൂറോപ്പിൽ തന്നെ എല്ലാ രംഗത്തും വളരെയധികം വ്യതിയാനങ്ങളുണ്ടായി. കലാരംഗത്ത് ഇംപ്രഷനിസം നേരത്തെ ഉണ്ടായിരുന്ന പെയിൻറ്റിങ്ങിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പന്ഥാവായിരുന്നത്. അതായത് ചിത്രമൊന്നും പൂർത്തിയാകാത്ത രീതിയിലുള്ള വരകൾ, പ്രകൃതിയെ നമ്മൾ വെറുതെ നോക്കിക്കാണുന്ന ചിത്രങ്ങൾ, ഒന്നിനും അവസാനമില്ലാത്ത രീതിയിലുള്ള വരകൾ, അതിൻ്റെ തുടർച്ചയാണ് 20-ാം നൂറ്റാണ്ടിൽ എക്സ്പ്രഷനിസം ഉണ്ടായത്. അതായത് അത് ഏറെ സ്പിരിച്വലായിരുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും അർത്ഥമില്ലാത്ത വരകളാണെന്ന്. ഈ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിൻ്റെയും ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ സാഹിത്യത്തിൽ ആധുനികത വളർന്നു വന്നത്. ആധുനികത ഏതാണ്ട് 2-ാം ലോകമഹായുദ്ധം വരെ പാശ്ചാത്യ രാജ്യത്ത് തുടർന്നു. അത് ദർശനങ്ങളിൽ
വളരെയധികം വ്യതിയാനം ഉണ്ടാക്കി. ഈ ആധുനികതയെ പറ്റിയുള്ള പഠനമാണ് 1960കളിൽ കേരള ക്ലബിലെ സാഹിതി സഖ്യത്തിൽ നടന്നത്. ഏതാണ്ട് 5-8 വർഷക്കാലം ഈ പ്രഭാഷണങ്ങൾ മുഴുവൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അന്നത്തെ ഒരു പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലല്ലായിരുന്നു, മദ്രാസ് സിറ്റിയിലായിരുന്നു. പ്രഗത്ഭനായ എം ഗോവിന്ദൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വം അന്ന് മലയാള സാഹിത്യത്തിൽ വളരെ വിലമതിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി ഒരു ആധുനികത ചർച്ച ചെയ്യുന്നതിലേക്ക് വന്നത് തുടക്കം മുതൽ കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ ആധുനികതയാണ് പിന്നീട് ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ആത്മീയതയും കൂടെ നോക്കിക്കണ്ടത്.